2026 ഓഗസ്റ്റ് 9 ഞായറാഴ്ച മുതൽ ഓഗസ്റ്റ് 15 ശനിയാഴ്ച വരെയുള്ള വാരഫലവും രാശിപ്രകാരമുള്ള മന്ത്രങ്ങളും. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക കാലം. വാരഫലം. തൊഴിൽ മേഖലയിൽ പുരോഗതിയും സാമ്പത്തിക ലാഭവും ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരാം. കുടുംബത്തിൽ സന്തോഷ അന്തരീക്ഷം നിലനിൽക്കും. യാത്രകൾ ഗുണകരമായി ഭവിക്കും. ജപിക്കേണ്ട മന്ത്രം ഓം ആങ്കാരായ നമഃ. ദിവസവും 108 തവണ. ഇടവം രാശി. കാർത്തിക മുക്കാൽ, രോഹിണി മകേരം അര. വാരഫലം. തൊഴിലിൽ ചെറിയ തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും ബുദ്ധിപൂർവമായ ഇടപെടലുകളിലൂടെ മറികടക്കാം. ചെലവുകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ജപിക്കേണ്ട മന്ത്രം ഓം ശുക്രായ നമഃ അല്ലെങ്കിൽ ശ്രീ മഹാലക്ഷ്മി അഷ്ടകം. മിഥുനം രാശി. മകേരം അര, തിരുവാതിര, പുണർദം മുക്കാൽ. വാരഫലം. പുതിയ അവസരങ്ങൾ തേടിയെത്തും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. ജപിക്കേണ്ട മന്ത്രം ഓം ബുധായ നമഃ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം. കർക്കിടക രാശി. പുണർദം കാൽ, പൂയം, ആയില്യം. വാരഫലം. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും. കുടുംബാംഗങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും. സാമ്പത്തിക ഭദ്രത കൈവരിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. ജപിക്കേണ്ട മന്ത്രം ഓം സോമായ നമഃ അല്ലെങ്കിൽ ശിവപഞ്ചാക്ഷരി മന്ത്രം. ചിങ്ങരാശി. മകം, പൂരം, ഉത്രം കാൽ. വാരഫലം. കാര്യതടസ്സങ്ങളും അനാവശ്യ ആശങ്കകളും അനുഭവപ്പെട്ടേക്കാം. ദേഷ്യം നിയന്ത്രിക്കുന്നത് തർക്കങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ആഴ്ചയുടെ 2ാം പകുതിയോടെ സ്ഥിതിഗതികൾ അനുകൂലമാകും. ജപിക്കേണ്ട മന്ത്രം ഓം സൂര്യായ നമഃ അല്ലെങ്കിൽ ആദിത്യ ഹൃദയ സ്തോത്രം. കന്നി രാശി. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര അര. വാരഫലം. കർമ്മരംഗത്ത് മികച്ച ഫലങ്ങൾ ലഭിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ദീർഘകാലമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. ബന്ധുജനങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കും. ജപിക്കേണ്ട മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ. തുലാരാശി. ചിത്തിര അര, ചോതി, വിശാഖം മുക്കാൽ. വാരഫലം. ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. പുതിയ സൗഹൃദങ്ങൾ വഴി സാമ്പത്തിക നേട്ടമുണ്ടാകും. വീട്ടുചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. യാത്രകളിൽ ശ്രദ്ധ പുലർത്തുക. ജപിക്കേണ്ട മന്ത്രം ഓം ശ്രീ മാത്രേ നമഃ. വൃശ്ചിക രാശി. വിശാഖം കാൽ, അനിഴം തൃക്കേട്ട. വാരഫലം. ജോലിയിൽ അല്പം അധ്വാനം വർദ്ധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ നിസ്സാരം എന്ന് കരുതുന്നവ പോലും ശ്രദ്ധിക്കുക. വാക്കുതർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും. ജപിക്കേണ്ട മന്ത്രം ഓം സുബ്രഹ്മണ്യായ നമഃ അല്ലെങ്കിൽ ഹനുമാൻ ചാലീസ. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം കാൽ. വാരഫലം. ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കുന്ന വാരമാണ്. തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ വേഗത്തിലാകും. ദൈവിക കാര്യങ്ങളിലും പ്രാർത്ഥനകളിലും താല്പര്യം കൂടും. സാമ്പത്തിക ലാഭമുണ്ടാകും. ജപിക്കേണ്ട മന്ത്രം ഓം ഗുരുവേ നമഃ അല്ലെങ്കിൽ ശ്രീരാമ മന്ത്രം. മകരം രാശി. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം അര. വാരഫലം. തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുക. വാരമധ്യത്തോടെ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും.
ജപിക്കേണ്ട മന്ത്രം ഓം ശനീശ്വരായ നമഃ അല്ലെങ്കിൽ ശാസ്താ സ്തോത്രം. കുംഭം രാശി. അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. വാരഫലം. കൂട്ടു ബിസിനസ്സുകളിൽ ലാഭമുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. ജപിക്കേണ്ട മന്ത്രം ഓം നമഃ ശിവായ അല്ലെങ്കിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം. മീനം രാശി. പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി. വാരഫലം. മത്സര പരീക്ഷകളിലും ജോലി സംബന്ധമായ അഭിമുഖങ്ങളിലും വിജയം നേടും. ശത്രുദോഷങ്ങൾ അകലും. ആരോഗ്യനില മെച്ചപ്പെടും. ചെലവുകൾ നിയന്ത്രണ വിധേയമായിരിക്കും. ജപിക്കേണ്ട മന്ത്രം ഓം നാരായണായ നമഃ. ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയോടെ ഈ മന്ത്രങ്ങൾ 9, 27, 36 അല്ലെങ്കിൽ 108 തവണ ജപിക്കുന്നത് ഐശ്വര്യത്തിനും മനഃശാന്തിക്കും ഉത്തമമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.